സഹകരണ മേഖല നാടിന്റെ നട്ടെല്ലാണെന്നും അതിന്റെ വിശ്വാസ്യത നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യകതയാണെന്നും കള്ളാർ ഫാർമേഴ്സ് വെൽഫെയർ സഹകരണ സംഘം SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ വെച്ച് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. അതേസമയം നമ്മൾ 7 സ്കൂളുകളിൽ 100% വിജയിച്ച 123 സ്കൂളുകളുണ്ട്. നമ്മളെ രണ്ടും നമ്മൾ താരതമ്യം ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയെ കുറിച്ച് നമുക്കറിയാം. വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ജില്ല. എല്ലാ മേഖലയിലും നമുക്കറിയാം, ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റു മേഖലകളിലും നമുക്ക് ജീവനക്കാരില്ലാതെ ജീവിക്കും. നമുക്ക് നമ്മുടെ കുട്ടികൾ നന്നായി പഠിച്ച് മിടുക്കരായി നമ്മുടെ ജില്ലയിൽ സേവനം അനുഷ്ഠിക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മുടെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുള്ളൂ. കാസർഗോഡ് ജില്ലയ്ക്കകത്ത് ആരോഗ്യരംഗത്ത് ഡോക്ടർമാരില്ലാത്ത ഒരു പ്രയാസം ജില്ലാ മെഡിക്കൽ ഓഫീസർ പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ചടങ്ങിൽ MBBS നേടിയ ഡോക്ടർ ടിനു ടോമി ചെട്ടിക്കത്തോട്ടത്തിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc കമ്പ്യൂട്ടേഷണൽ ബയോളജിയിൽ 2ാം റാങ്ക് നേടിയ അക്ഷയ B, ചാർട്ടേഡ് അക്കൗണ്ടന്റ് അശ്വിൻ രാജ് C എന്നിവരെ അനുമോദിച്ചു. സംഘം പ്രസിഡന്റ് MK മാധവൻ നായർ കെ നീലകണ്ഠൻ MLAയെ ആദരിച്ചു. സംഘം പ്രസിഡന്റ് MK മാധവൻ നായരുടെ അധ്യക്ഷതയിൽ കെ നീലകണ്ഠൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് രജിത K, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കള്ളാർ യൂണിറ്റ് പ്രസിഡന്റ് മത്തായി V ജോർജ്, B അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് സുരേഷ് ഫിലിപ്പ് സ്വാഗതവും സംഘം സെക്രട്ടറി മിഥുൻ K നന്ദിയും പറഞ്ഞു. ഭരണസമിതി അംഗം ബാലകൃഷ്ണൻ VK വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. സംഘം ഭരണസമിതി അംഗങ്ങളായ ഗിരീഷ് കുമാർ K, രാമചന്ദ്രൻ K, സൈമൺ, അനിൽകുമാർ, ശശിധരൻ M, ലക്ഷ്മി KP, ഉഷ, അപ്പുക്കുട്ടൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.